ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പി ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ DFS വിത്ത് ഇറ്റ്സ് കോഡാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൽ BFS ഉണ്ട് ആൻഡ് പ്രിൻസ് അൽഗോറിതമും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് ADS ഫസ്റ്റ് സൈക്കിളിൽ വരുന്ന പ്രോഗ്രാംസ് മാക്സിമം അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് മാത്രമില്ല, അത് എനിക്കും ചെയ്യാൻ അറിയത്തില്ല, അതിൻ്റെ ലോജിക് കറക്റ്റ് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ അത് അപ്ലോഡ് ആക്കിയില്ല, ഞങ്ങൾക്കില്ലായിരുന്നു. ബാക്കിയെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പ്ലേലിസ്റ്റിൽ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇനി DFS എന്ന് പറയുന്നത് ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ ഒരു അൺഡയറക്റ്റഡ് ഗ്രാഫിനെ എടുത്തിട്ടുണ്ട്, ABCDE ഉള്ളത്. അപ്പോൾ ഈ ഒരു ഗ്രാഫിൽ ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം ഒരു നോഡിനെ നമ്മൾ റൂട്ട് നോഡായിട്ട് സെറ്റ് ചെയ്യണം. ഇപ്പോൾ ഞാൻ A ആണ് റൂട്ട് നോഡായിട്ട് എടുക്കുന്നതെങ്കിൽ അതിൽ അഡ്ജസൻറ്റ് വെർട്ടിസസ് നോക്കണം, അതിൽ നിന്ന് ഏതെങ്കിലും ഒരു വെർട്ടിസസ് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ Aക്ക് 2 അഡ്ജസൻറ്റ് വെർട്ടിസസ് ആണ് ഉള്ളത്, സോ ഞാൻ BC രണ്ടുണ്ട്, ഞാൻ B സെലക്ട് ചെയ്യുന്നു. അപ്പോൾ A, അത് കഴിഞ്ഞിട്ട് B, പിന്നെ ബിയുടെ അഡ്ജസൻ്റ് ആണ് നമ്മൾ നോക്കേണ്ടത്, പിന്നെ A കൺസിഡർ ചെയ്യേണ്ടത്, ദെൻ ബിയുടെ ആണ് നോക്കേണ്ടത്. ബിയുടെ അഡ്ജസൻ്റ് ആണെങ്കിൽ D ആണ്, അപ്പോൾ D എടുത്തു. ഇനി Dക്ക് C ആൻഡ് E രണ്ടും ഉണ്ട്, അപ്പോൾ എനിക്ക് രണ്ടിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ C സെലക്ട് ചെയ്യുന്നു, അപ്പോൾ C കൊടുത്തു. ഇപ്പം 4 വെർട്ടിസസേ വന്നിട്ടുള്ളൂ, പക്ഷേ നമ്മളുടെ ഗ്രാഫിൽ 5 വെർട്ടിസസ് ഉണ്ട്, ഒന്ന് വിസിറ്റ് ചെയ്യാത്തതുണ്ട്. അപ്പോൾ അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്ക് ട്രാക്ക് ചെയ്യും. ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത് C ആണ്, C to D വരുന്നു. ഡിയിൽ B ഉണ്ട്, E ഉണ്ട്, രണ്ടും ഉണ്ട്. ഇതിൽ അൺവിസിറ്റഡ് ഏതെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇതിൽ B വിസിറ്റഡ് ആണ്, E ആണ് വിസിറ്റ് ചെയ്യാത്തത്. അപ്പോൾ ഇവിടെ നിന്ന് E നമുക്ക് വിസിറ്റ് ചെയ്യാം. ഓക്കെ, ഇതിലാണ് നമ്മൾ ബാക്ക് ട്രാക്കിംഗ് ആ ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. DFS നമ്മൾ സ്റ്റാക്ക് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത് ആൻഡ് ഇതിൽ ബാക്ക് ട്രാക്കിങ്ങും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ചുമ്മാ പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, ബട്ട് ഇത് അൽഗോറിതമായിട്ട് എഴുതുമ്പോൾ അതിൽ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സ് പഠിക്കാം. ആദ്യം നമ്മളൊരു എംപ്റ്റി സെറ്റ് ഇനീഷ്യലൈസ് ചെയ്യണം, എംപ്റ്റി സ്റ്റാക്ക് ഒന്ന് ഇനീഷ്യലൈസ് ചെയ്യണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വിസിറ്റഡ് ഓഫ് അറേ ഒന്ന് ഇനീഷ്യലൈസ് ചെയ്ത് വെക്കണം. ദെൻ ഈ ഒരു ഗ്രാഫിൽ ഏതെങ്കിലും ഒരു നോഡിനെ റൂട്ട് നോഡായിട്ട് സെറ്റ് ചെയ്യാം ആൻഡ് ആ ഒരു റൂട്ട് നോഡിനെ നമ്മൾ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യുന്നു. ഓക്കെ, ഇനി ആ നോഡിൻ്റെ അഡ്ജസൻറ്റ് നോഡ്സ് കൺസിഡർ ചെയ്യണം, ഏത് വേണമെങ്കിലും കൺസിഡർ ചെയ്യാം. ഇനി അഡ്ജസൻറ്റ് നോഡ്സ് കൺസിഡർ ചെയ്തിട്ട് അതിനെ പുഷ് ചെയ്യണം, സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യണം ആൻഡ് അതിൻ്റെ വിസിറ്റഡ് നമ്മൾ 1 ആക്കി മാറ്റണം. ആദ്യം സ്റ്റാർട്ടിങ് നോഡിൻ്റെ വിസിറ്റഡ് 1 ആക്കി മാറ്റണം, ദെൻ അടുത്ത അതിൻ്റെ അഡ്ജസൻറ്റ് നമ്മൾ പുഷ് ചെയ്തതിൻ്റെ വിസിറ്റഡ് 1 ആക്കി മാറ്റണം. ദെൻ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പുഷ് ചെയ്തതിൻ്റെ അഡ്ജസൻറ്റ് നോഡ് കാണണം, അതിനെ പുഷ് ചെയ്യണം, അതിനെ വിസിറ്റഡ് ആക്കണം. ദെൻ ഇങ്ങനെ വിസിറ്റ് ചെയ്ത് പോകണം. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാക്ക് ട്രാക്ക് ചെയ്തിട്ട് നമുക്ക് വന്ന് എടുക്കാൻ പറ്റും. ബാക്ക് ട്രാക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ ഡെലീഷനൊക്കെ ഇതിൽ ചെയ്യുന്നത്, അത് കോഡ് വെച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ബാക്ക് ട്രാക്ക് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാക്കിൽ ടോപ്പല്ല യൂസ് ചെയ്യുന്നത്, സോ ബാക്ക് ട്രാക്ക് ചെയ്യുമ്പോൾ ടോപ്പിനെ ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്ത് വരണം. ടോപ്പിനെ ഡിക്രിമെൻറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി അവിടെ ഡെലീഷനാണ് നടക്കുന്നത്. അപ്പോൾ ബാക്ക് ട്രാക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതിൽ ഡെലീഷൻ എല്ലാം ചെയ്യുന്നത്. ആൻഡ് ഇതും BFSും ഓൾമോസ്റ്റ് സെയിം ആണ്, ബട്ട് ദ വേ വി ആർ ഇംപ്ലിമെൻറ്റിങ് ഇസ് ഡിഫറെൻറ്റ്. BFSനെ നമ്മൾ ക്യൂ വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യും, DFSനെ സ്റ്റാക്ക് വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യും. അത് മാത്രമേ ഡിഫറൻസ് ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. അപ്പോൾ ഇതിൻ്റെ കോഡും കൂടി നോക്കാം. ഓക്കെ, ഇതിൻ്റെ കോഡ് നോക്കാം. ഇതിൻ്റെയും BFSൻ്റെയും ഓൾമോസ്റ്റ് സെയിം ആണ്. നമ്മൾ അതിൽ NQDQ യൂസ് ചെയ്യും, ഇതിൽ പുഷ് പോപ്പാണ് യൂസ് ചെയ്യുന്നത്. ഓൾസോ അതിൽ നമ്മൾ കറണ്ടിൻ്റെ വാല്യൂ ഇതാക്കി മാറ്റി, DQവിൽ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന എലമെൻറ്റിൻ്റെ വാല്യൂ ആണ് കറണ്ടാക്കി മാറ്റിയത്. ഇവിടെ കറണ്ട് നമ്മൾ പോപ്പ് ചെയ്യുന്ന എലമെൻറ്റിൻ്റെ വാല്യൂ ആയിട്ട് മാറ്റും. അത്രേ ഉള്ളൂ ഡിഫറൻസ്, ബാക്കിയെല്ലാം സെയിം ആണ്. അപ്പോൾ ആദ്യം ഹാഷ് ഇൻക്ലൂഡ് stdio.h, stdlib.h ഇതെല്ലാം കൊടുത്തു. പിന്നെ ഹാഷ് ഡിഫൈൻ മാക്സ് 100 കൊടുത്തിട്ടുണ്ട്, മാക്സിമം വാല്യൂ ഡിഫൈൻ ചെയ്ത് വെക്കാനാണ്. പിന്നെ ഇത്രയേ ഉള്ളൂ ഞാൻ ഗ്ലോബലി കൊടുത്തത്. മാക്സിൻ്റെ വാല്യൂ 100 ആക്കി സെറ്റ് ചെയ്തു ഹാഷ് ഡിഫൈൻ യൂസ് ചെയ്തിട്ട്. ഇനി ഇതിൻ്റെ നോക്കാം, മെയിൻ ഫംഗ്ഷൻ നോക്കാം, അത് കഴിഞ്ഞിട്ട് ഓരോ ഫംഗ്ഷനായിട്ട് വരാം. മെയിൻ ഫംഗ്ഷനിൽ ആവശ്യമുള്ള എല്ലാം ഡിക്ലെയർ ചെയ്യണം. ആദ്യം ഞാൻ n ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് വെർട്ടിസസ് ആണ്, യൂസർ കൊടുക്കാൻ പോകുന്ന ഗ്രാഫിലുള്ള നമ്പർ ഓഫ് വെർട്ടിസസ് ആണ് n. പിന്നെ ഒരു അറേ കൊടുത്തിട്ടുണ്ട്, അത് അറേയുടെ സൈസ് ആണെങ്കിൽ മാക്സ് ആണ്. ഇത് 2D അറേ ആണ്, അതുകൊണ്ട് അറേയുടെ സൈസ് മാക്സ്. പിന്നെ വിസിറ്റഡ് ഓഫ് മാക്സ് 0 ആക്കി, ഇതൊരു അറേ ആണ്, അപ്പോൾ അതിലുള്ള അറേ എലമെൻറ്റ്സ് എല്ലാം 0 ആക്കി. മാക്സ് ആണെങ്കിൽ ഇപ്പോൾ മാക്സ് 100 ആണെങ്കിലും ഒരു അറേ കാണും, അതിൽ 100 എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും. ആ 100 എലമെൻറ്റ്സിൻ്റെ പൊസിഷനിലും എല്ലാം 0 0 0 0 എന്ന് ഇട്ട് വെച്ചു. അതാണ് വിസിറ്റഡ് ഓഫ് മാക്സ് ഈക്വൽ ടു 0.
ഇനി നമ്പർ ഓഫ് വേർട്ടിസസ് എൻ്റർ ചെയ്യുകയാണ്. പ്രിൻ്റ് ഓഫ് എൻ്റർ ദ നമ്പർ ഓഫ് വേർട്ടിസസ്. സ്കാൻ ഓഫ് അതിനെ %d, ആംപ്രസൻറ്റ് എന്നിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഞാൻ അടുത്ത സ്റ്റെപ്പിൽ അഡ്ജസൻസി മെട്രിക്സ് ഇൻപുട്ട് എടുക്കുകയാണ്. ഫോർ i = 0, i less than n, i++. For j = 0, j less than n, j++. പ്രിൻ്റ് ഓഫ് a %d, ij. ഈ ഒരു സ്റ്റെപ്പ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈ സ്റ്റെപ്പ് കൊടുത്താൽ a of 0, 1, 0, 2 എന്ന് കാണിക്കും. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഈ സ്റ്റെപ്പ് കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് അഡ്ജസൻസി മാട്രിക്സ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടി വരും. ലൈക്ക് 1 0 1 0 1 1 1 0 1 0 1 0 0 0 1 0 0 1 1 1 0 0 ഇങ്ങനെ നമ്മൾ ഒരു അറേ ഫോർമാറ്റിൽ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഇങ്ങനെ കൊടുത്തത് കൊണ്ട് a of 0 0 ഇങ്ങനെ കാണിക്കും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമ്മൾ എൻ്റർ ചെയ്താൽ മതി. അത് എൻ്റർ ചെയ്യുമ്പോൾ a of 0 1 എന്ന അടുത്തത് വരും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം, 0 അല്ലെങ്കിൽ 1. ദെൻ അഡ്ജസൻസി മെട്രിക്സ് ഇൻപുട്ട് എടുത്തതിന് ശേഷം ഒരു സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. അത് സ്റ്റാർട്ടിംഗ് നോഡ് ഏതാണ് എന്ന് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാർട്ട് നോഡ്. അതും നമ്മൾ ഫ്രം ദ യൂസറാണ് ഇൻപുട്ട് എടുക്കുന്നത്. enter the starting vertex. printf enter the starting vertex. scanf %d, ampersand start. ഇനി dfs ഫംഗ്ഷനെ വിളിച്ചിട്ടുണ്ട്. അതിൽ a പാസ് ചെയ്യുന്നുണ്ട്, പിന്നെ വിസിറ്റഡ് പാസ് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് n. a എന്ന് പറയുന്നത് അറേയാണ്, a 2D അറേയാണ്. അഡ്ജസൻസി മെട്രിക്സ് നമ്മൾ അടിച്ചു കൊടുത്ത മെട്രിക്സ് ആണ് a, അത് പാസ് ചെയ്യുന്നുണ്ട്. പിന്നെ വിസിറ്റഡ് ഓഫ് അറേ നമ്മൾ 0 ആക്കി സെറ്റ് ചെയ്ത ഒരു അറേ പാസ് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടിംഗ് നോഡ് പാസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്പർ ഓഫ് വെർട്ടിസസ് ഇതെല്ലാം ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യുന്നുണ്ട്. ഇനിയാണ് dfs ഫംഗ്ഷൻ. dfsൽ നമ്മൾ ഏതൊക്കെയാണോ പാസ് ചെയ്യുന്നത് അതെല്ലാം അതിൽ ഡിക്ലെയർ ചെയ്യണം. പിന്നെ നമ്മൾ പാസ് ചെയ്യുന്ന ഒരു സെയിം ഓർഡറിൽ തന്നെ കൊടുക്കണം. dfs ഓഫ് ഇൻറ്റ് ഗ്രാഫ് ഓഫ് മാക്സ്, പിന്നെ ഇൻറ്റ് വിസിറ്റഡ് ഓഫ് മാക്സ്, ഇൻറ്റ് സ്റ്റാർട്ട്, ഇൻറ്റ് n ഇതെല്ലാം കൊടുത്തു. പിന്നെ അതിൽ ഒരു സ്റ്റാക്കും കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇൻറ്റ് സ്റ്റാക്ക് ഓഫ് മാക്സിമം. ആദ്യം തന്നെ ടോപ്പിൻ്റെ വാല്യൂ -1 ആക്കിയും കൊടുത്തു, ഇൻറ്റ് ടോപ്പ് = -1. ദെൻ ടോപ്പ് = പുഷ് ഓഫ് സ്റ്റാക്ക്, ടോപ്പ്, സ്റ്റാർട്ട്. അപ്പോൾ നമ്മൾ BFS ചെയ്തപ്പോഴും ആദ്യം സ്റ്റാർട്ടിംഗ് നോഡ് ഏതാണോ അതിനെ ഇൻസേർട്ട് ആക്കി ക്യൂയിൽ. അപ്പോൾ അതേപോലെ തന്നെ ഇതിലും സ്റ്റാർട്ടിംഗ് നോഡ് ഏതാണോ അതിനെ സ്റ്റാക്കിൽ ഞാൻ പുഷ് ചെയ്യുന്നു. അതാണ് ടോപ്പ് = പുഷ് ഓഫ് സ്റ്റാക്ക്, ടോപ്പ്, സ്റ്റാർട്ട്. ഇതിൽ ടോപ്പ് = പുഷ് ഓഫ് ഫംഗ്ഷനെ വിളിച്ചിട്ടുണ്ട്, സ്റ്റാക്ക് പാസ് ചെയ്യുന്നുണ്ട്, ഒരു അറേ സ്റ്റാക്ക് പാസ് ചെയ്യുന്നുണ്ട്, പിന്നെ ടോപ്പ് വാല്യൂ പാസ് ചെയ്യുന്നുണ്ട്, ആൻഡ് ഓൾസോ സ്റ്റാർട്ടിംഗ് വെർട്ടെക്സിനെ ഇതിൽ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ നേരെ പുഷ് ഫംഗ്ഷനിലോട്ടാണ് കൺട്രോൾ പോകുന്നത്. പുഷിലാണെങ്കിൽ ഇൻറ്റ് സ്റ്റാക്ക് ഓഫ് ഉണ്ട്, ടോപ്പ് ഉണ്ട്, ഇൻറ്റ് വാല്യൂ എല്ലാം എടുക്കുന്നുണ്ട്. ആൻഡ് അതിൽ സ്റ്റാക്ക് ഓഫ് ടോപ്പ് +1 = വാല്യൂ. സ്റ്റാക്ക് ഓഫ് ടോപ്പ് +1 നമ്മൾ സ്റ്റാക്കിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ടോപ്പിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രീസ് ചെയ്യണം, എന്നിട്ട് ആ ഒരു പൊസിഷനിലാണ് വാല്യൂവിനെ സ്റ്റോർ ചെയ്യേണ്ടത്. അതാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ ടോപ്പ് +1 ആണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. ഇപ്പോൾ ടോപ്പ് +1 റിട്ടേൺ ചെയ്യുമ്പോൾ ഈ ടോപ്പ് വാല്യൂവിൽ ടോപ്പ് +1 ഏതാണോ ഉള്ളത് ആ ഒരു വാല്യൂ ഇവിടെ റിട്ടേൺ ആവും. എന്നിട്ട് ചുമ്മാ പ്രിൻ്റ് ഓഫ് dfs ട്രാവേഴ്സൽ നിന്ന് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് ആണ് DFSൻ്റെ ആക്ച്വൽ വർക്കിംഗ് ലോജിക്കെല്ലാം വരുന്നത്. വൈൽ ടോപ്പ് നോട്ട് ഈക്വൽ ടു -1. ടോപ്പ് ഈക്വൽ ടു -1 ആണെങ്കിൽ സ്റ്റാക്ക് എം ടി ആവും. അപ്പോൾ സ്റ്റാക്ക് എം ടി ആവുന്നത് വരെ ഈ ഒരു ബോഡി നമുക്ക് എക്സിക്യൂട്ട് ആവണം. അപ്പോൾ അങ്ങനെ എക്സിക്യൂട്ട് ആവുമ്പോൾ ആദ്യം കറണ്ട് എന്നൊരു വേരിയബിളിൽ പോപ്പ് ഓഫ് സ്റ്റാക്ക്, ടോപ്പ് നമ്മൾ ആ സ്റ്റാക്കിൽ ഡിലീറ്റ് ചെയ്യുന്ന എലമെൻറ്റിനെ കറണ്ടിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കറണ്ട് = പോപ്പ് ഓഫ് സ്റ്റാക്ക്, ടോപ്പ്. പോപ്പ് ഫംഗ്ഷനെ വിളിച്ചിട്ടുണ്ട്, അതിൻ്റെ കൂടെ സ്റ്റാക്ക്, ടോപ്പ് എന്ന് ഇതും കൂടി പാസ് ചെയ്യുന്നുണ്ട്. സ്റ്റാക്ക് നമ്മളുടെ സ്റ്റാക്കാണ്, ടോപ്പ് ഇപ്പോൾ കറണ്ട്ലി ഏതാണോ ടോപ്പ് അതായിരിക്കും ടോപ്പ്. അപ്പോൾ അതിനെ ഞാൻ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പാസ് ചെയ്യുമ്പോൾ കൺട്രോൾ പോപ്പ് ഫംഗ്ഷനിലോട്ടാണ് പോകുന്നത്. പോപ്പ് ഫംഗ്ഷനിൽ ഇൻറ്റ് സ്റ്റാക്ക് ഉണ്ട്, ഇൻറ്റ് ടോപ്പ് ഉണ്ട്. ആൻഡ് ടോപ്പ് -1 ആണെങ്കിൽ -1 റിട്ടേൺ ആക്കും, അല്ലെങ്കിൽ സ്റ്റാക്ക് ഓഫ് ടോപ്പ് നമുക്ക് റിട്ടേൺ ആയി കിട്ടും. സ്റ്റാക്ക് ഓഫ് ടോപ്പിലുള്ള എലമെൻറ്റ് ഏതാണോ അത് കറണ്ടിൽ ഇപ്പോൾ എനിക്ക് സ്റ്റോറായി. ഇനി ടോപ്പിനെ ഒന്നും ഡിക്രിമെൻറ്റ് ചെയ്യണം, നമ്മൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ ടോപ്പ് വാല്യൂ ഡിക്രിമെൻറ്റ് ചെയ്യണം. അതാണ് അടുത്ത സ്റ്റെപ്പിൽ നടക്കുന്നത്. ഇനി അടുത്ത കണ്ടീഷൻ നോട്ട് വിസിറ്റഡ് ഓഫ് കറണ്ട്. ഈ നോട്ട് വിസിറ്റഡ് ഓഫ് കറണ്ട് അത് കൊടുക്കുന്നതിന് പകരം വിസിറ്റഡ് ഓഫ് കറണ്ട് = 0 അതും കൂടി നിങ്ങൾക്ക് കൊടുക്കാം. ഇത് കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് മെത്തേഡാണ്. ഞാൻ ജസ്റ്റ് സീനിയറിൻ്റെ കോഡ് കോപ്പി പേസ്റ്റ് ചെയ്തു, അത് വെച്ച് ഞാനും പഠിച്ചു. ഇത് കോഡ് കമ്പാരിറ്റീവ്ലി കുറച്ച് ഈസി ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് വിസിറ്റഡ് ഓഫ് കറണ്ട് അങ്ങനെ കൊടുക്കാതെ ഇഫ് വിസിറ്റഡ് ഓഫ് കറണ്ട് = 0 അങ്ങനെ കൊടുത്താലും മതി. രണ്ടും സെയിം ആണ്. ഇൻറ്റ് കറണ്ട് = പോപ്പ് ഓഫ് സ്റ്റാക്ക്, ടോപ്പ്. പിന്നെ ടോപ്പിൻ്റെ വാല്യൂ ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ചെക്ക് ചെയ്യുന്നു വിസിറ്റഡ് ഓഫ് കറണ്ട്. നമ്മൾ ഡിലീറ്റ് ചെയ്ത എലമെൻറ്റിൻ്റെ വിസിറ്റഡ് ഇത് 1 ആണോ 0 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അത് 0 ആണെങ്കിൽ മാത്രം ഈ ലൂപ്പിൻ്റെ അകത്ത് പോകും, 0 അല്ല എങ്കിൽ പുറത്ത് വരും.
അപ്പോൾ 0 ആണെങ്കിൽ അതിനെ നമ്മൾ 1 ആക്കി ആദ്യം മാറ്റണം. വിസിറ്റഡ് ഓഫ് കറണ്ട് ഈക്വൽ ടു 1 ആക്കി മാറ്റണം. എന്നിട്ട് കറണ്ട് വാല്യൂ പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ ആദ്യം പ്രിൻറ്റ് ചെയ്യുന്നത് സ്റ്റാർട്ടിംഗ് നോഡ് തന്നെ ആയിരിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് ഫോർ ലൂപ്പ് ഫോർ ഐ ഈക്വൽ ടു n-1 ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഐ മൈനസ് മൈനസ്. ഈ ലൂപ്പ് നിങ്ങൾക്ക് ഇങ്ങനെയും കൊടുക്കാം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടും കൊടുക്കാം. ഫോർ ഇൻറ്റ് ഐ ഈക്വൽ ടു 0 ഐ ലെസ് ദാൻ n ഐ പ്ലസ് പ്ലസ് ഇങ്ങനെയും കൊടുക്കാം. എങ്ങനെ കൊടുത്താലും നമുക്ക് ഫൈനൽ ഔട്ട്പുട്ടിൽ ഒരു DFS കിട്ടത്തുള്ളൂ. അപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യു. നിങ്ങൾക്ക് എങ്ങനെ വേണോ അങ്ങനെ കൊടുക്കാം. ഇനി ഇതിൽ ഞാൻ അഡ്ജസൻസി മെട്രിക്സിനെയാണ് ഗ്രാഫായിട്ട് എടുത്തേക്കുന്നത്. ആ ഒരു പേര് മാത്രം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ ഒരു ഇൻഡെക്സിലുള്ളത് 1 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. മീനിങ് രണ്ട് വേർട്ടേഴ്സസിന് അവിടെ കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കണം. ഗ്രാഫ് ഓഫ് കറണ്ടിനും കറണ്ട് ഐ ഇപ്പോൾ എ ഓഫ് 1 2 എന്ന് പറയുന്നത് ആ ഒരു മെട്രിക്സിൽ ഫസ്റ്റ് റോയും സെക്കൻഡ് കോളമിലുള്ള എലമെൻ്റ് അല്ലേ, അതേപോലെ ഈ കറണ്ടുള്ള റോയിൽ ഉള്ള കോളത്തിലുള്ള ആ ഒരു എലമെൻറ്റ് 1 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അതിൽ കണക്ഷൻ ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. കണക്ഷൻ വേണം, ആൻഡ് ഓൾസോ അതിൻ്റെ വിസിറ്റഡ് 0 ആയിരിക്കണം. ഇഫ് ഗ്രാഫ് ഓഫ് കറണ്ട് ഐ ഈക്വൽ ടു 1 ആൻഡ് നോട്ട് വിസിറ്റഡ് ഓഫ് ഐ, നോട്ട് വിസിറ്റഡ് ഓഫ് ഐ മീനിങ് വിസിറ്റഡ് ഓഫ് ഐ ഈക്വൽ ടു 0, ഈ രണ്ട് കണ്ടീഷനും ട്രൂ ആണെങ്കിൽ ആ ഒരു എലമെൻറ്റിനെ നമ്മൾ പുഷ് ചെയ്യുന്നു. ടോപ്പ് ഈക്വൽ ടു പുഷ് ഓഫ് സ്റ്റാക്ക് ടോപ്പ് ഐ. ഈ ഒരു ഫോർ ലൂപ്പ് ഐ ഈക്വൽ ടു n-1. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഇതിൽ 5 വേർട്ടസസ് ഉണ്ടെങ്കിൽ ഐ ഈക്വൽ ടു 4 ഐ ഈക്വൽ ടു 3 ഐ ഈക്വൽ ടു 2 1 ആൻഡ് 0 എത്ര വാല്യൂസ് വരുമ്പോൾ ഈ ഒരു ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ആവും. ഇനി ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ കൺട്രോൾ പോകുന്നത് ഈ വൈൽ ലൂപ്പിലായിരിക്കും. വൈൽ ലൂപ്പ് പോയിട്ട് ടോപ്പ് -1 ആണോ എന്ന് ചെക്ക് ചെയ്യും, സ്റ്റാക്ക് എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യും. -1 ഇല്ലെങ്കിൽ എഗെയിൻ ടോപ്പിലുള്ള ഒരു എലമെൻറ്റ് ഡിലീറ്റ് ചെയ്യും. ദെൻ ഡിലീറ്റ് ചെയ്ത എലമെൻറ്റിൻ്റെ വിസിറ്റഡ് 0 ആണോ എന്ന് ചെക്ക് ചെയ്യും. 0 ആണെങ്കിൽ ഈ ലൂപ്പിൻ്റെ അകത്ത് പോവും, അല്ലെങ്കിൽ ബ്രേക്ക് അടിച്ചിട്ട് പിന്നെയും വൈൽ കണ്ടീഷൻ ചെക്ക് ചെയ്യും. വിസിറ്റഡ് 0 ആണെങ്കിൽ അതിൻ്റെ വിസിറ്റഡ് 1 ആക്കി മാറ്റണം. പിന്നെ ഡിലീറ്റ് ചെയ്ത എലമെൻറ്റിനെ പ്രിൻറ്റ് ചെയ്യണം. പിന്നെ ഫോർ ഐ ഈക്വൽ ടു 0 ഐ ലെസ് ദാൻ ഐ പ്ലസ് പ്ലസ് ആ ഒരു ലൂപ്പ് കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് ഗ്രാഫിൻ്റെ കറണ്ട് ആൻഡ് ഐ നമ്മൾ ഡിലീറ്റ് ചെയ്ത എലമെൻറ്റിൻ്റെ അഡ്ജസൻറ്റ് വേർട്ടിസസ് എല്ലാം വിസിറ്റഡ് ആണോ എന്ന് നോക്കണം. വിസിറ്റഡ് ആൻഡ് ഐ വാല്യൂവിൽ വരുന്ന അറയിലുള്ള വിസിറ്റഡ് 0 ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഈ രണ്ട് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിനെ നമ്മൾ പുഷ് ചെയ്യുന്നു. എഗൈൻ ഈ ഫോർ ലൂപ്പ് കഴിയുമ്പോൾ ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും അണ്ടിൽ ദ സ്റ്റാക്ക് ബിക്കംസ് എം ടി. ഇത്രയേ ഉള്ളൂ DFS. താങ്ക് യു. പിന്നെ ഇതിൻ്റെ ഗിറ്റിൻ്റെ ലിങ്ക് കമൻറ്റ് സെക്ഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. താങ്ക് യു.